ഉപ്പാന്റെ നഷ്ടം അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. അതിനുശേഷം ഞാൻ ഇങ്ങനെയാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയതായി റിയാക്ട് ചെയ്യും. എടോ, അതാ അന്ന് ഞാൻ അത്രയും ദേഷ്യത്തിൽ പെരുമാറിയത്. പിന്നെ ആ സൽവാർ ഉപ്പാന്റെ ഫേവറേറ്റ് ഡ്രസ്സായിരുന്നു. ഐ എം സോ സോറി. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഏയ് അതൊക്കെ വിടൂ. ഉപ്പാന്റെ വലിയ ആഗ്രഹമായിരുന്നു ആദ്യേ അവന്റെ ഇഷ്ടത്തിന് പഠിപ്പിക്കണമെന്നത്. ഉമ്മ, +2 റിസൾട്ട് എനിക്ക് 98% മാർക്കുണ്ട്. അൽഹംദുലില്ലാ, പടച്ചോനെ മിടുക്കൻ. ഉപ്പയുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരുപാട് സന്തോഷിച്ചേനെ. കരയല്ലേ ഉമ്മ? ഇനി എന്ത് പഠിക്കാനാ നിന്റെ പ്ലാൻ? ഇവിടുത്തെ കോളേജിൽ ചേരാൻ മാർക്കുള്ളതുകൊണ്ട് മെറിറ്റിൽ സീറ്റ് കിട്ടുമായിരിക്കും. അപ്പൊ നിന്റെ പഞ്ചാബി യൂണിവേഴ്സിറ്റി പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹമോ? അതൊക്കെ ഞാൻ ഒഴിവാക്കി. അതിനു പറ്റിയ സിറ്റുവേഷൻ അല്ലല്ലോ നമ്മുടേത്. ഉപ്പ ഇല്ലെന്നില്ലേ ഉള്ളൂ, ഞങ്ങളില്ലേ നിനക്ക്? ഇത്താത്ത വിചാരിക്കും പോലെയല്ല. അതിനൊക്കെ ഒരുപാട് കാശ് ചെലവുണ്ട്. നമ്മൾ ഈ വീട് വിൽക്കുന്നു. വീട് വിറ്റിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും വേണ്ട എനിക്ക്. അത് നിന്റെ മാത്രം ആഗ്രഹമായിരുന്നില്ല, ഉപ്പാന്റെയും കൂടി ആഗ്രഹമായിരുന്നു. ഇപ്പൊ എപ്പോഴും പറയും ഞാൻ പോയാലും എൻ്റെ മക്കളെ നല്ലോണം നോക്കണേന്ന്. അല്ലേലും നമുക്ക് ഇത്രയും വലിയ വീടൊന്നും വേണ്ടല്ലോ. വിറ്റിട്ട് കിട്ടുന്ന കാശിന്ന് ആദ്യം ഇവിടെ പഠനത്തിന് വേണ്ടി ഒരു തുക മാറ്റിവെക്കാം. അപ്പം നമ്മളെവിടെ താമസിക്കും ഉമ്മ? ബാക്കി കാശിന് നമുക്കൊരു കൊച്ചു വീട് വാങ്ങാം. എന്തിനാ വിഷമിക്കുന്നത്? നീ പഠിച്ചു, വലിയ ജോലിയൊക്കെ കിട്ടട്ടെ. നമ്മളിതിനും വലിയ വീട് വെക്കുമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഹാജറിയുടെ വീടിനപ്പുറത്തുള്ള വീട് വാങ്ങുന്നത്. അങ്ങനെ ആദൂന് പഞ്ചാബ് കോളേജിൽ അഡ്മിഷനും റെഡിയായി. മതി, രണ്ടുപേരും ബാഗ് നിറച്ചത്. ദേ ട്രെയിനിന് ടൈമായി. കുറച്ച് അച്ചാറും സ്നാക്സൊക്കെയാണ് വെച്ചത്. അവിടുത്തെ രീതികളൊക്കെയായി പൊരുത്തപ്പെടുന്നത് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അതെന്താ? ചപ്പാത്തി ഇഷ്ടമില്ലാത്ത ഈ കഴുത അവിടെ പോയാൽ 4 നേരവും ചപ്പാത്തി തിന്നണ്ടേ? സൂക്ഷിച്ച് ചെലവാക്കണം. ഉമ്മന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അങ്ങളെ പോകുമ്പം 2 തുള്ളി കണ്ണീരൊക്കെ ആവാം. അതെ, പോകുന്നതിൻ്റെ ആനന്ദ കണ്ണീര്. പോയ കുറച്ച് ദിവസങ്ങൾ അവൻ എന്നും ഫോൺ വിളിക്കുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം കോളില്ല, മെസ്സേജും ഇല്ല, വീഡിയോ കോളില്ല. ഞാനും മമ്മിയും ആദ്യം പേടിച്ചുപോയി. അതെന്താ? എനിക്കറിയില്ല. പിന്നീട് 3 ദിവസമായിട്ട് യാതൊരു വിവരവും ഇല്ല. ടെൻഷനായിട്ട് അവന്റെ കോളേജിലെ പ്രിൻസിപ്പലിനെ വിളിച്ചു ഞാൻ. ഹലോ സർ, ഐ എം ആയിഷ, ആദിൽ സിസ്റ്റർ. ഹീ സ്റ്റഡിങ് ഇൻ ദ ഫസ്റ്റ് ഇയർ. ഓക്കെ, പറയൂ. ആദിലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. 2-3 ദിവസമായി മെസ്സേജ് അയച്ചിട്ടും റീപ്ലൈ ഇല്ല. അവനൊന്ന് ഫോൺ കൊടുക്കാമോ? ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു. 2-3 ദിവസമായിട്ട് അവന് ക്ലാസ്സിൽ വന്നിട്ടില്ല. എക്സാം അടുക്കാറായി. എന്താ മോളെ പ്രിൻസിപ്പൾ പറഞ്ഞത്? ആദ്യം 3 ദിവസമായി കോളേജിൽ പോയിട്ടില്ലെന്ന്. അല്ല, എൻ്റെ ഓനിക്ക് എന്താ പറ്റിയത്? അന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നതേയില്ല. പഞ്ചാബിലോട്ട് പോയാലോന്ന് ഓർത്തു. അപ്പോൾ ഫ്രണ്ട്സോ? അവരൊന്നും വീട്ടിൽ നിന്ന് വിടില്ല. എനിക്കാണെങ്കിൽ ആൺ സുഹൃത്തുക്കളും ഇല്ല. എന്നിട്ടോ? ആ ദിവസം വൈകുന്നേരം താൻ എൻ്റെ ഡ്രസ്സിൽ ചളി തെറിപ്പിച്ചത്. എനിക്കാണെങ്കിൽ ഉപ്പാന്റെ മരണത്തിന് പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ടാണ് അന്ന് ഞാൻ അത്രയും റിയാക്ട് ചെയ്തത്. കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ആരെങ്കിലും കൂട്ടി എക്സാം കഴിഞ്ഞ് പഞ്ചാബിൽ പോകണമെന്നായിരുന്നു പിന്നെ എൻ്റെ ആവശ്യം. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ ഫോണിലേക്കൊരു വോയിസ് മെസ്സേജ് വന്നു. അത് ആദൂൻ്റെ മെസ്സേജായിരുന്നു. അതിൽ ഇത്താത്ത എന്നെ രക്ഷിക്കൂ, ഞാനിവിടെ പെട്ടിരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്താണ് അവന് പറ്റിയത്? അറിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ തരിച്ചു നിന്നു. ഒറ്റയ്ക്ക് പോവാൻ ധൈര്യമില്ല. ഞാനപ്പോൾ നിന്നെ ഫോൺ എടുത്ത് വിളിച്ചു. മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു നീ വരുമെന്ന്. പക്ഷെ നീ വന്നില്ല. ഒറ്റയ്ക്കാണെങ്കിലും പിറ്റേ ദിവസം പോകണമെന്ന് കരുതിയിരുന്നതാ. ഹലോ. ഹലോ, ആദറിന്റെ സിസ്റ്റർ അല്ലേ? അതെ. ഞാൻ അവന്റെ ക്ലാസ് ടീച്ചറാണ്. നിങ്ങളുടെ അനിയനെ ഇന്ന് പുലർച്ചെ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പിന്നെ അങ്ങോട്ട് കരച്ചിലുകളും ബഹളങ്ങളും. എന്ത് ചെയ്യണമെന്നറിയാതെ മറവിച്ച അവസ്ഥയിലായി ഞാൻ. ഇവരൊക്കെ ഒരു ദിവസം എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു. എന്നിട്ടിപ്പോ ഒരിക്കൽ പോലും തിരിച്ചു വരാൻ കഴിയാത്ത ലോകത്തേക്ക് എന്നെയും ഉമ്മാനെയും തനിച്ചാക്കി പോയില്ലേ? എന്നാലും ആദ്യം എന്തിനാ എനിക്കറിയില്ല. എവിടെ പോകുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും എന്നെ കൂട്ടിന് വിളിക്കുന്നതായിരുന്നു. പക്ഷെ ഇതിന് മാത്രം വിളിച്ചില്ല. അവൻ ഒറ്റയ്ക്ക് പോയി. അവസാനമായിട്ട് ഫോൺ വിളിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞതായിരുന്നു,
ഉപ്പ സാധിച്ചു തരാന്ന് പറഞ്ഞ ആ 5 ബർത്ത്ഡേ ആഗ്രഹങ്ങൾ അവന് പഠിച്ച് ജോലി കിട്ടി ശമ്പളം കിട്ടുമ്പോൾ അവൻ സാധിച്ചു തരുന്നെന്ന് അവൻ ഒറ്റയ്ക്ക് പോയി.